കർണാടകയിൽ നിന്ന് വന്ന ജോർജ് ഫെർണാണ്ടസിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ചരിത്രമാണ് ബീഹാറിലെ മുസഫർപൂരിനുള്ളത്. ജെപി സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ കരുത്തായിരുന്ന മുസഫർപൂരിലെ രാഷ്ട്രീയം ഇന്ന് ജാതി സമവാക്യങ്ങൾ തീരുമാനിക്കും. 2 പതിറ്റാണ്ടായി ബിജെപി ജെഡിയു സഖ്യത്തിന് സ്വന്തമാണ് മുസഫർപൂർ. അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ജനരോഷമിരമ്പിയ 1977 ജോർജ് ഫെർണാണ്ടസിനെ വിജയിപ്പിച്ച അതേ മുസഫർപൂർ തന്നെയാണ് 2009 വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിലും സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങിയ ജോർജ് ഫെർണാണ്ടസിനെ ദയനീയമായി 5ാം സ്ഥാനത്തേക്ക് തള്ളിയത്. അപ്പോഴേക്കും മുസഫർപൂരിന്റെ രാഷ്ട്രീയം മാറിയിരുന്നു. 90കളുടെ പകുതിയിൽ ക്യാപ്റ്റൻ ജയ്നാരായൺ പ്രസാദ് നിഷാദ് എന്ന ജനതാദൾ നേതാവ് മുസഫർപൂർ പ്രതിനിധിയായതോടെ നിഷാദ് എന്ന പിന്നാക്ക സമുദായം ഏറെയുള്ള മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം മാറി. ക്യാപ്റ്റൻ പ്രസാദിന്റെ മരണശേഷം മകൻ അജയ് നിഷാദ് ബിജെപിയിലെത്തി സമുദായ പിന്തുണയോടെ തന്നെ 2014 എംപിയുമായി. അതുകൊണ്ടുതന്നെ ഈ തെരഞ്ഞെടുപ്പിലും മറ്റു പല രാഷ്ട്രീയ സമവാക്യങ്ങളെക്കാൾ പ്രധാനമാകുന്നത് RJD കോൺഗ്രസ് സഖ്യത്തിനൊപ്പം മഹാസഖ്യത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന വികാൽശീൽ ഇൻസാൻ പാർട്ടിയുടെ സാന്നിധ്യമാണ്. നേരത്തെ NDAയുടെ ഭാഗമായിരുന്ന നിഷാദ് സമുദായ നേതാവും വാഗ്മിയുമായ മുകേഷ് സാഹ്നിയുടെ നേതൃത്വത്തിലുള്ള വിഐപിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ രാജ്ഭൂഷൺ ചൗധരി നിഷാദാണ് മഹാസഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. അതോടെ നിഷാദ് സമുദായത്തിന്റെ നിലപാടായി മാറി മുസഫർപൂരിന്റെ തെരഞ്ഞെടുപ്പ്. എന്നാൽ ഇരുകൂട്ടരും പുറമെ മണ്ഡലത്തിന്റെ വികസനത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുക. GST आया, नोटबंदी आया और सारी जगह पर सरकार ने यू टर्न लिया. आपने देखा पहले GST में कितना % टैक्स लगाया गया, उसके बाद फिर धीरे धीरे करके उसमें तो कहीं ना कहीं सरकार की मंशा अच्छी नहीं थी और रणनीति भी अच्छा नहीं था. ചരിത്രവും മണ്ഡലത്തിലെ അജയ് നിഷാദിന്റെ പാരമ്പര്യവും ചേർന്നാൽ NDAക്കാകും വീണ്ടും മുസഫർപൂരിന്റെ പ്രാതിനിധ്യം. എന്നാൽ മുസ്ലിങ്ങൾ, ദളിതർ, നിഷാദ് വിഭാഗക്കാർ അടക്കമുള്ള പിന്നാക്ക വിഭാഗക്കാർ എന്നിവർ ഇത്തവണ എന്ത് തീരുമാനിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഗ്രാമങ്ങളിൽ അമർഷം പുകയുന്നുണ്ടെങ്കിലും ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിലുള്ള മനസ്സ് അവരിനിയും തുറന്നിട്ടില്ല. ഗ്രാമരോക്ഷത്തെ മറികടക്കാനായാൽ NDAക്ക് എല്ലാം എളുപ്പമാകും. മുസഫർപൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ ലിബിൻ സെബാസ്റ്റ്യനൊപ്പം ശ്രീജിത്ത് ദിവാകരൻ, മീഡിയ 1 വേണ്ടി.